മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സൊല്യൂഷൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. കുറേ പ്രോബ്ലംസും നമ്മൾ ചെയ്തു. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഈ വീഡിയോയിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മളത് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ കെം യൂണിവേഴ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം. അതുപോലെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട്, പിന്നീട് കമൻറ്റ് ബോക്സ് ഉണ്ട്, കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് പറയാം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ അതും കൂടി പരിഗണിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 2017, 18, 19, 20 വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. ഇനി ഇതിനെ തുടർന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന കമൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും പരിഗണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ലതുപോലെ ആദ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്ത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ആൻസറും ഇതിനകത്ത് തരുന്നുണ്ട്, അതും എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതായത് കെയിൻ ഷുഗറിൻ്റെ ഫോർമുലയാണ് C12H22O11. കെയിൻ ഷുഗർ എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്. അതിൻ്റെ മാസ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്, 5% സൊല്യൂഷൻ കെയിൻ ഷുഗർ ഇൻ വാട്ടർ. അപ്പോൾ അവിടുത്തെ സൊല്യൂട്ട് കെയിൻ ഷുഗറും സോൾവെൻറ്റ് വാട്ടറുമാണ്. ആ ടൈമിൽ ആ സൊല്യൂഷൻ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് 271 ഡിഗ്രി കെൽവിനാണ്. അപ്പോൾ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് സൊല്യൂഷനാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്തത് കാൽക്കുലേറ്റ് ദ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് 5% ബൈ മാസ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഇപ്പോൾ രണ്ടാമതൊരു സൊല്യൂഷൻ എടുക്കുന്നുണ്ട്. അതിനകത്ത് സൊല്യൂട്ട് ഗ്ലൂക്കോസ് ആണ്. ഫോർമുല 6 കാർബൺ 6 C6H12O6 ആണ്. അപ്പോൾ വാട്ടർ സൊല്യൂഷനാണ്. അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഷുഗർ സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിൻ്റ് തന്നിട്ടുണ്ട്. അടുത്തത് ഗ്ലൂക്കോസിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്ലൂക്കോസിൻ്റെ കേസിലും അതിൻ്റെ മാസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 5% സൊല്യൂഷനാണ്. ഗ്ലൂക്കോസ് ഇൻ വാട്ടർ 5% സൊല്യൂഷനാണ്. ഇനി രണ്ടിടത്തും വാട്ടർ തന്നെയാണ്. പ്യുവർ സോൾവെൻ്റ് എന്ന് പറയുന്നത് ഫ്രീസിങ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻ്റ് 273.15 ഡിഗ്രി കെൽവിനും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ നിന്നും നമ്മൾ ഫസ്റ്റ് പാർട്ട് എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോഴാദ്യം നമുക്ക് തന്നിരിക്കുന്ന ടേംസുകൾ എടുത്തെഴുതാം. ഫ്രീസിങ് പോയിൻ്റ് ഓഫ് പ്യുവർ വാട്ടർ TF0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. 273.15 ഡിഗ്രി കെൽവിനാണ്. ഇനി ഫസ്റ്റ് കെയിൻ ഷുഗർ ഉള്ള സൊല്യൂഷൻ എടുക്കുന്നു. ഫ്രീസിങ് പോയിൻ്റ് ഓഫ് കെയിൻ ഷുഗർ സൊല്യൂഷൻ 271 ഡിഗ്രി കെൽവിൻ. അത് TF എന്നാണ് നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിൻ്റ് TF എന്നും പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് TF0 എന്ന് എടുക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു TF0 മൈനസ് TF. 273.15 മൈനസ് 271 ഡിഫറൻസ് എടുക്കുമ്പോൾ 2.15 ഡിഗ്രി കെൽവിൻ എന്ന് കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് ഷുഗർ സൊല്യൂഷൻ്റെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാൽക്കുലേഷൻസ് ആണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഷുഗറിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ ആദ്യം ക്വസ്റ്റ്യനിൽ ഷുഗറിൻ്റെ മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. C12H22O11. 12 കാർബണിൻ്റെ മാസും 22 ഹൈഡ്രജൻ്റെ മാസും 11 ഓക്സിജൻ്റെ മാസും കൂടെ കൂട്ടുമ്പോൾ കെയിൻ ഷുഗറിൻ്റെ മോളിക്കുലാർ മാസ് കിട്ടും. അത് MB ഈസ് ഈക്വൽ ടു 342. മോളിക്കുലാർ മാസ് സൊല്യൂട്ട് എന്ന് പറയുന്നത് MB എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 342. ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഒരു ടേമും കൂടെ ഉള്ളൂ. 5% സൊല്യൂഷൻ ബൈ മാസ് ഓഫ് കെയിൻ ഷുഗർ ഇൻ വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5% സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 5 മാസ് കെയിൻ ഷുഗർ എടുത്താൽ ബാക്കി 95 വാട്ടർ ആയിരിക്കും. പെർസെൻറ്റേജ് എന്ന് 100ലാണ് പറയുന്നത്. അപ്പം ടോട്ടൽ 100 ആണെങ്കിൽ അതിൽ 5 കെയിൻ ഷുഗറും ബാക്കി 95 വാട്ടറുമായിരിക്കും. അപ്പം മാസ് ഓഫ് കെയിൻ ഷുഗർ ദാറ്റ് ഈസ് WB ഈസ് ഈക്വൽ ടു 5. മാസ് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് WA ഈസ് ഈക്വൽ ടു 95. അപ്പം നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ടേം വെച്ച് ഡെൽറ്റ TF നമ്മുടെ കയ്യിലുണ്ട്.
എ ഉണ്ട്, WB ഉണ്ട്, MB ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ, അതായത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഇക്വേഷൻ ΔTF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA എന്നെടുക്കാം. അപ്പോൾ ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ളത് KF ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് KFൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. KF ഈസ് ഈക്വൽ ടു ΔTF ഇൻറ്റു MB ഇൻറ്റു WA ഡിവൈഡഡ് ബൈ WB ഇൻറ്റു 1000 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2.15 ഇൻറ്റു 342 ഇൻറ്റു 95 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 1000. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന KF വാല്യൂ എന്ന് പറയുന്നത് 13.97 കെൽവിൻ കിലോഗ്രാം മോൾ റൈസ് ടു -1 എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് സൊല്യൂഷനാണ്. ഗ്ലൂക്കോസിൻ്റെ ഫോമുല നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. C6H12O6. മോളിക്കുലാർ ഫോമുല അറിയാമെങ്കിൽ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം. 6 കാർബണിൻ്റെ മാസും 12 ഹൈഡ്രജൻ്റെ മാസും 6 ഓക്സിജൻ്റെ മാസും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് മാസ് MB കിട്ടും. സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ MB എന്ന് പറയുന്നത് 180 ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന ΔTF ഇക്വേഷൻ എഴുതുക. ΔTF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA എന്നെടുക്കുക. KF ഫസ്റ്റ് പാർട്ടിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു 13.97 ഇൻറ്റു, ഇനി ഇവിടെ WB എന്ന് പറയുന്നത് എന്താണ്? അതായത് ഷുഗറിൻ്റെ കേസിലും നമ്മൾ WB എടുത്തു, WA എടുത്തു. അതേപോലെ ഗ്ലൂക്കോസിൻ്റെ കേസിലും 5% സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ആയതിനാൽ WB ഈസ് ഈക്വൽ ടു 5ഉം WA ഈസ് ഈക്വൽ ടു 95ഉമാണ്. അപ്പോൾ ഇക്വേഷൻ 13.97 ഇൻറ്റു 5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് 180 ഇൻറ്റു 95. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.08 ഡിഗ്രി കെൽവിനാണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റും അറിയാം. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പ്യുവർ സോൾവൻ്റായ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 273.15 ഡിഗ്രി കെൽവിൻ. അങ്ങനെയാണെങ്കിൽ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷൻ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് TF നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ΔTF ഈസ് ഈക്വൽ ടു TF0 മൈനസ് TF എന്നൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ TF ഈസ് ഈക്വൽ ടു TF0 മൈനസ് ΔTF. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 273.15 മൈനസ് 4.08. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 269.0 ഡിഗ്രി കെൽവിനാണ്. അതായത് ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നോർമൽ വേയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു സൊല്യൂട്ട് തന്ന് അതിൻ്റെ സൊല്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഫ്രീസിംഗ് പോയിൻ്റ് ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പാർട്ടെന്ന് പറയുന്നത് കെയിൻ ഷുഗർ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ΔTF നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ KF കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ KF വാല്യൂയുടെ സഹായത്തോടെ രണ്ടാമത്തെ പാർട്ടായ ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ കേസിൽ പ്യുവർ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ KF വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ΔTF കണ്ടുപിടിക്കാം. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് ഗ്ലൂക്കോസ് സൊല്യൂട്ട് എടുക്കുന്ന സമയത്ത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2017 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതിൽ തന്നെ ആ വർഷം തന്നെ 2 പാർട്ടിലായിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: ഹെൻറിസ് ലോ ഈസ് റിലേറ്റഡ് ടു സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്തെ 1 സ്റ്റേറ്റ് ഹെൻറിസ് ലോ, 2 സ്കോറിൻ്റെ അല്ലെങ്കിൽ 2 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറിസ് ലോ. ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻ എഴുതുക എന്നും ഹെൻറിസ് ലോ എന്താണെന്നും ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യങ്ങളാണ്. എന്താണ് ഹെൻറിസ് ലോ എന്നും അതിൻ്റെ 2 ആപ്ലിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹെൻറിസ് ലോ: അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ്
in a liquid is directly proportional to the pressure of the gas. അതാണ് ഹെൻറിസ് ലോ എന്ന് പറയുന്നത്. At a constant temperature, the solubility of a gas in a liquid is directly proportional to the pressure of the gas. ഇനി ആപ്ലിക്കേഷൻസ്, ഇനി 2 ആപ്ലിക്കേഷൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കാർബണേറ്റഡ് ബിവറേജസ്, അതായത് സോഡ വാട്ടർ പോലുള്ള ഇതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മറ്റ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇൻ ദ ഡീപ്പ് സീ ഡൈവിങ്. ഈ ആപ്ലിക്കേഷൻസ് രണ്ടെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. അടുത്ത് നമുക്ക് ആ ബി പാർട്ടും കൂടെ നോക്കാം. 1000 centimeter cube of an aqueous solution of a protein contains 1.26 gram of the protein. The osmotic pressure of such solution at 300 degree Kelvin is found to be 2.57 into 10 raised to minus 3 bar. Calculate the molar mass of the protein. R value is equal to 0.083 liter bar per Kelvin per mole. ഇതും 2 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിതിനകത്ത് തന്നിരിക്കുന്നതെന്ന് നോക്കാം. 1000 centimeter cube of an aqueous solution of a protein എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സൊല്യൂഷൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 1000 centimeter cube എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ്റെ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.26 gram ഓഫ് ദി പ്രോട്ടീൻ. അതായത് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു സൊല്യൂട്ടാണ്. WB മാസ് ഓഫ് സൊല്യൂട്ട് 1.26 gram. ഇനി ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സച്ച് സൊല്യൂഷൻ അറ്റ് 300 degree Kelvin ഈസ് ഫൗണ്ട് ടു ബി 2.57 into 10 raised to minus 3 bar. അതായത് ഓസ്മോട്ടിക് പ്രഷറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പൈ ഈസ് ഈക്വൽ ടു 2.52 into 10 raised to minus 3 bar. ഇനി കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ 300 degree Kelvin ടെമ്പറേച്ചറുമാണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദി പ്രോട്ടീൻ. MB സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് MB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷൻ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു R വാല്യൂ വേണം. ആറിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട് 0.083 ലിറ്റർ ബാർ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. അതായത് നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ്സ് വെച്ച് MB ഈസ് ഈക്വൽ ടു WBRT ബൈ πV എന്നാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.26 ഇൻറ്റു 0.083 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 2.57 ഇൻറ്റു 10 റേസ് ടു -3 ഇൻറ്റു 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് വോളിയം എന്ന് പറയുന്നത് 1000 centimeter ക്യൂബ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 1000 centimeter ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ ആണ്. ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 12.21 ഇൻറ്റു 10 റേസ് ടു 3 ആണ്. അതായത് മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് 12.21 ഇൻറ്റു 10 റേസ് ടു 3 ആണ്. നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2018 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് വിത്ത് എക്സാമ്പിൾ. 2018 ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോഴവിടെ നമുക്ക് എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പി നോക്കാം. അതായത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പി വരുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിലാണെന്നുള്ള ഒരു ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്? The boiling point of the azeotrope is less than the boiling points of either of the pure components in the case of a positive deviation from ideal solution. അതിനെയാണ് നമ്മൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു അസിയോട്രോപ്പ് ഉണ്ട്, അസിയോട്രോപ്പിക് മിക്സർ ആ പെർട്ടിക്കുലർ പോയിന്റിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ മിക്സറിനകത്തുള്ള പ്യുവർ കമ്പോണൻസിൻ്റെ ബോയിലിംഗ് പോയിന്റിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അത് പോസിബിൾ ആകുന്നത് ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ. അതിനെയാണ് നമ്മൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. എഥനോൾ അസറ്റോൺ മിക്സർ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എഥനോൾ അസറ്റോൺ മിക്സർ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2020 മാർച്ചിൽ, അതായത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം, ഇപ്പം നമ്മൾ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. റിസൾട്ട് വരാൻ പോകുന്ന ആ ക്വസ്റ്റ്യനാണ്, ഈ വർഷത്തെയാണ്. 4ാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഗീവിങ് ദ വാല്യൂ ഓഫ് വാൻ ഹോഫ് ഫാക്ടർ ആയി ഫോർ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട്. അതായത് ഇവിടെ ABCD എന്നും പറഞ്ഞ് സൊല്യൂട്ടിൻ്റെ പേര് തന്നിട്ടുണ്ട്. അതിൻ്റെ വലതുവശത്ത് വാൻ ഹോഫ് ഫാക്ടർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോൾട്ടുകൾ, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, അലൂമിനിയം നൈട്രേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, അലൂമിനിയം സൾഫേറ്റ്, 4 സോൾട്ട് തന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാം പ്രത്യേകത അയണിക് സോൾട്സുകളാണ്. ഇവരെല്ലാം സൊല്യൂഷനകത്ത് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസിനെ തരും. അപ്പോൾ അതിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് അയോൺസിനെ തരുന്നു അത് തന്നെയാണ് അതിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത മാർച്ചിൽ തന്നെ ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യനാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2020 മാർച്ചിലെ തന്നെ ക്വസ്റ്റ്യനാണ്. ഫോർ എത്തനോൾ അസറ്റോൺ മിക്സ്ചർ സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ ഈസ് വീക്കർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ദിസ് സൊല്യൂഷൻ ഒബേ റൗട്ട്സ് ലോ? 1 മാർക്കാണ് അതിന് വരുന്നത്. 2ാമത്തേത്, ഗീവ് ദ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഫോർ ദിസ് സൊല്യൂഷൻ. 2 മാർക്ക്, 2. അപ്പോൾ ടോട്ടൽ 3 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ? നമുക്കൊരു മിക്സർ തന്നു, എത്തനോൾ അസറ്റോൺ മിക്സർ. അപ്പോൾ അത് റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒബേ ചെയ്താലും ഇല്ലെങ്കിലും അതിൻ്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, എത്തനോൾ അസറ്റോൺ മിക്സറിനകത്ത് സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ, അതായത് എത്തനോൾ അസറ്റോൺ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഈസ് വീക്കർ ദാൻ എത്തനോൾ ഇൻട്രാക്ഷൻ ആൻഡ് അസറ്റോൺ ഇൻട്രാക്ഷൻ. അങ്ങനെ വരുന്ന കേസിൽ അത് ഒരിക്കലും റൗട്ട്സ് ലോ ഒബേ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോ എന്നുള്ളതാണ്. റൗട്ട്സ് ലോ ഒബേ ചെയ്യുന്നില്ല. ദിസ് സൊല്യൂഷൻ ഡസ് നോട്ട് ഒബേ റൗട്ട്സ് ലോ. ഇനി ഈ നോ എന്ന് പറയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നുകിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 2018 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമ്മളവിടെ ഒരു ഉത്തരം എഴുതിയായിരുന്നു, മിനിമം ബോയിലിംഗ് എസിയോട്രോപ്പിക്ക് ഒരു എക്സാമ്പിൾ എത്തനോൾ അസറ്റോൺ മിക്സർ. അപ്പം മിനിമം ബോയിലിംഗ് എസിയോട്രോപ്പി തരുന്ന ആരാണെന്ന് അവിടെ പറഞ്ഞേക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ റൗട്ട്സ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന മിക്സർ അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ കൊടുക്കുക, വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ കൊടുക്കുക. ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരച്ച ശേഷം അതിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന വേപ്പർ പ്രഷർ വേരിയേഷൻ വിത്ത് മോൾ ഫ്രാക്ഷൻ പോസിറ്റീവ് ഡീവിയേഷൻ വരയ്ക്കുന്ന ഗ്രാഫാണ് എടുക്കേണ്ടത്. ഇത് ഈ 2020 ക്വസ്റ്റ്യൻ ആയിരുന്നു. 2020 മാർച്ചിൽ എക്സാം നടന്ന ക്വസ്റ്റ്യനകത്ത് 2 പാർട്ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പാർട്ടിയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കൊടുത്ത് തന്നെ എല്ലാവരും അത് പഠിക്കണം. എല്ലാവർക്കും സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.